രണ്ടും കൽപ്പിച്ച് ഞാൻ തീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. ഇപ്പൊ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. യവനെയൊക്കെ മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്. അവനെ എന്റെ കൺമുന്നിൽ കണ്ട അവനെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടെ നടാ കഴിവറാ മോനെ ഇത് കേട്ടത്? അതല്ല ഉദ്ദേശം. അപ്പൊ ഉടനെ അതായത് ഇപ്പൊ ശരണ്യ ഇത് കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇതിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്? ഞാൻ തോറ്റു. പച്ച തെമ്മാടിത്തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. എന്ത് ജന്മാണിത്? ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ സമനില ആകെ തകർന്നി. അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവര് സംസാരിക്കുന്നു. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റേയാൾ. എടാ നീയൊക്കെ നിന്റെയൊക്കെ സ്വഭാവമുള്ളവന്മാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ്. ഒരാവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ നാക്കം വെച്ചോണ്ട് വെറുതെ ഈ മാധ്യമ പ്രവർത്തകരാന്ന് പറയുന്നത്. നീയൊക്കെ എവിടുത്തെ മാധ്യമ പ്രവർത്തകർ? കോപ്പ നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം. സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് മൊബൈൽ എടുത്ത് വെച്ചിട്ട് തൊലിച്ച് ഇതിനകത്ത് ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവും. എല്ലാരും കൂടെ ശവത്തി കുത്താം. അത് കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞതിലെ ശരി തെറ്റുകളെ വിലയിരുത്തണം. അയാൾ പറഞ്ഞ ഇന്ന വിഷയം ശരിയാണ്, ഇന്ന വിഷയം തെറ്റാണ്, അയാൾക്കെതിരെ അതിശക്തമായി സംസാരിക്കൂ. ഞാൻ പറഞ്ഞ തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനാക്കി ചിത്രീകരിച്ചോളൂ, യാതൊരു പ്രശ്നം എനിക്കില്ല. പക്ഷെ പറയാത്ത കാര്യം അതൊന്നല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു.